വളരെ എളുപ്പത്തിലും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ക്യാബേജ് തോരൻ്റെ റെസിപ്പിയാണ് ഇന്ന്. തിരക്കുള്ള സമയങ്ങളിൽ വീട്ടമ്മമാർ എളുപ്പത്തിൽ ചെയ്തെടുക്കുന്ന ഒരു ക്യാബേജ് തോരൻ കണ്ടു നോക്കാം. പുറത്തെ ഇലകളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത ഒരു ചെറിയ ക്യാബേജ് അത് രണ്ടായിട്ട് മുറിച്ച് അതിൻ്റെ പകുതി ഭാഗം മതി നമുക്ക് തോരൻ തയ്യാറാക്കാൻ. അതിനെ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു 3 ഗ്ലാസ് അളവിൽ ക്യാബേജ് കിട്ടിയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം. ഇനി തേങ്ങ ഇതിൻ്റെ പകുതി മതി. ചിരകിയ തേങ്ങയാണെങ്കിൽ 1 ഗ്ലാസ് തേങ്ങ അത് മിക്സിയുടെ ജാറിലേക്കിട്ട് 1/4 ടീസ്പൂൺ ജീരകം, 1 അല്ലെങ്കിൽ 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, 3 പച്ചമുളക് അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചുവന്നുള്ളി ഒരു 5ഓ 6ഓ ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോരുത്, തരിതരിപ്പായിട്ട് ചതച്ച് കിട്ടിയാൽ മതി. ഇതാണ് ഇതിൻ്റെ പരുവം. അരമുറി തേങ്ങ എന്ന് പറയുന്നത് ഏകദേശം 1 ഗ്ലാസ് വരും. അപ്പോൾ മിക്സിയിലടിച്ച ആ അരപ്പ് ഞാനൊരു ഗ്ലാസ്സിലേക്ക് പകർത്തി മാറ്റി വെച്ചാണ് അളവ് കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടി. ഇതും ക്യാബേജിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും കൂടെ ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുത്ത് വയ്ക്കാം. ഇനി ഇത് കുറച്ച് സമയം അടച്ചു വയ്ക്കാം. ഒരു 15-30 മിനിറ്റ് കഴിയുമ്പോൾ കുക്ക് ചെയ്യാം. ഇനി ചൂട് കട്ടിയുള്ള ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് അത് പൊട്ടി വരുമ്പോൾ അര സവാള ചെറുതായിട്ട് അരിഞ്ഞതും 2-3 ഉണക്കമുളകും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർക്കാം. ആദ്യം ഉണക്കമുളക് ഒന്ന് വഴറ്റിയതിന് ശേഷം കറിവേപ്പിലയും പിന്നെ സവാളയും ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കളർ ഒരുപാട് മാറണ്ട, ജസ്റ്റ് ഒന്ന് കളറ് മാറിക്കഴിയുമ്പോൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ക്യാബേജ് തോരന് ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ക്യാബേജും തേങ്ങയും കൂടെ ഞെരടി വെച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ചില ക്യാബേജ് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളതായിരിക്കും. അങ്ങനെയുള്ളതാണെങ്കിൽ 1-2 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ 2 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കണം. 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് ക്യാബേജ് തോരൻ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒരു 3-4 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അതല്ലെങ്കിൽ ക്യാബേജ് തോരൻ അടുക്കി പിടിച്ച് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു 3 മിനിറ്റ് കൂടുമ്പോൾ ഒരു 3 പ്രാവശ്യം 10 മിനിറ്റിനിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ചൂടോടെ തന്നെ വിളമ്പാവുന്നതാണ്. അങ്ങനെ എളുപ്പത്തിലുള്ള ക്യാബേജ് തോരൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.